എല്ലാവർക്കും സ്വാഗതം. ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ പോലീസുകാർ ചെക്കിങ് നടത്തുന്നതിനിടയ്ക്കാണ് അങ്ങോട്ടേക്ക് നവീൻ ചെല്ലുന്നത്. അന്നേരം നന്ദു ഇല്ലാത്തതുകൊണ്ട് തന്നെ ഇറങ്ങി ചെന്ന് AICയോട് ചോദിക്കും, നിങ്ങളുടെ സാർ എന്ത് ചെയ്യും, നന്ദു സാർ എന്ത് ചെയ്യുന്ന. അന്നേരമാണ് AIC പറയുന്നത്, ഇന്നലെ നന്ദു സാറിന് ഒരു ഗുണ്ടാക്രമണം ഉണ്ടായി, തലയ്ക്കാണ് അടി കിട്ടിയത്, വലിയ പ്രശ്നമില്ലാന്ന് തോന്നുന്നു, അതുകൊണ്ട് വീട്ടിലോട്ട് പോയിട്ടുണ്ട് എന്നൊക്കെ പറയുന്നത്. അന്നേരം നവീൻ ആ സംഭവം അറിയുവാണല്ലോ. അന്നേരം പറയും, ഞാനിത് അറിഞ്ഞില്ലായിരുന്നു, ഏതായാലും ഇനി അറിഞ്ഞ സ്ഥിതിക്ക് നന്ദുവിനെ കാണാതെ പോയാൽ ശരിയായില്ല, അതുകൊണ്ടൊന്ന് കണ്ടിട്ട് പോയേക്കാം എന്ന് പറഞ്ഞ് അവിടുന്ന് പോകുന്നു. അന്നേരം ആ SI കൂടെയുള്ളവരോട് പറയുന്നുണ്ട്, മിക്കവാറും രണ്ടുപേരും കൂടെ നന്ദു സാറിന് വേണ്ടി ഇനി അടിയുണ്ടാകുന്ന ലക്ഷണമാണ് കാണുന്നത് എന്ന്. അതായത് അനിയും നവീനും തമ്മിൽ. അവിടുന്ന് പോരുന്ന നവീൻ നേരെ വരുന്നത് ഗോവിന്ദൻ്റെ അടുത്തോട്ടാണ്. അവിടെ ഗോവിന്ദനും കനകയുണ്ട്. അവർക്ക് ഭയങ്കര സന്തോഷം നവീനെ കാണുന്നതേക്കും. നവീൻ മോനെ വാ ഇരിക്കുക എന്ന് പറഞ്ഞ് ഭയങ്കരമായിട്ട് സ്വീകരിച്ചിരുത്തുന്നു. അന്നേരം നന്ദു എന്ത് ചെയ്യുന്നു ചോദിക്കും. അന്നേരം അവൾ ഇവിടെ ഇല്ലെന്നേ, അവൾ ഇന്നലെ പോലീസ് ക്ലബ്ബിൽ ഒരു മീറ്റിംഗ് ഉണ്ട് എന്ന് പറഞ്ഞ് പോയതാ, അതിനുശേഷം ഇങ്ങോട്ട് വന്നിട്ടില്ല, നയനയുടെ അടുത്താണ് എന്ന് പറയും. അന്നേരം നവീൻ ഇങ്ങനെ മനസ്സിലോർക്കുന്നുണ്ട്, അപ്പോൾ ഇവർ വിവരങ്ങളൊന്നും അറിഞ്ഞിട്ടില്ല, ആ സ്ഥിതിക്ക് ഇവിടെ പറയണ്ട എന്നാൽ ഞാൻ പോകാം, ഞാൻ നന്ദുവിനെ കാണാൻ വേണ്ടി ഇറങ്ങിയതാണ് എന്ന് പറയുമ്പോൾ, അയ്യോ അതെന്തൊരു പോക്ക, ചായ കുടിച്ചിട്ട് പോകാം എന്നൊക്കെ പറയും. വേണ്ട ആൻറ്റി, ഞാൻ ചായ കുടിച്ചതാണ് എന്ന് പറയുമ്പം മോൻ്റെ വിവാഹക്കാര്യമൊക്കെ എന്തായി എന്ന് ചോദിക്കും. അന്നേരം എന്നും പറയുന്ന പോലെയുള്ള കാര്യങ്ങളൊക്കെ പറയുന്നു. വീട്ടിലുള്ളവർക്കുള്ള എതിർപ്പിനെ പറ്റിയൊക്കെ സംസാരിച്ച് കഴിയുമ്പം കനക ചോദിക്കുന്നുണ്ട്, മോൻ്റെ നല്ല കൂട്ടുകാരല്ലേ ആദർശും അനിയും അതുപോലെ ഇവിടുത്തെ നന്ദൂട്ടനും ഒക്കെ, അന്നേരം അവരോടൊക്കെ പറയത്തില്ലേ മനസ്സിലുള്ള ആൾ ആരാണ് എന്ന്, അവരെല്ലാവരോടും ഇടപെട്ട് ഈ വിവാഹം അങ്ങ് നടത്തി തന്നേനല്ലോ എന്ന് ചോദിക്കുമ്പം, താമസിക്കാതെ നിങ്ങളെല്ലാവരും അറിയും എൻ്റെ മനസ്സിലുള്ള ആ പോലീസുകാരി ആരാണ് എന്ന് പറഞ്ഞിട്ട് അവരോട് യാത്ര പറഞ്ഞ് നവീൻ അവിടെ നിന്ന് ഇറങ്ങുവാണ്. നവീൻ ഇറങ്ങി കഴിഞ്ഞാൽ ഭയങ്കര സന്തോഷം ഗോവിന്ദന്. എന്നാ നല്ല പയ്യനല്ലേ, ഏതായാലും നവീൻ വിവാഹം കഴിക്കാൻ പോകുന്ന പെൺകുട്ടി ഒരു ഭാഗ്യവതിയാണ് എന്നൊക്കെ പറയുന്നു. അന്നേരം കനികൻ പറയുന്നുണ്ട്, അതേനെ നല്ല സ്വഭാവം, അതുകൊണ്ടാണ് നന്ദൂട്ടൻ പോലും നവീനെ പറ്റി ഇങ്ങനെ എപ്പോഴും നല്ലത് പറയുന്നത്, അവൾ അങ്ങനെ എല്ലാവരെ പറ്റിയും നല്ലത് പറയുന്ന ആളല്ല എന്ന് ഗോവിന്ദേട്ടൻ അറിയാലോ എന്നൊക്കെ പറയുന്നു. ഏതായാലും അവിടെ നിന്ന് ഇറങ്ങുന്ന നവീന് ഒരു സംശയം, ഞായറാഴ്ചയായിട്ട് പോലീസ് ക്ലബ്ബിൽ മീറ്റിങ്ങോ എങ്കിൽ അതൊന്നും അറിയണമല്ലോ എന്നിട്ട് ഒരു പോലീസുകാരനെ വിളിച്ച് ചോദിക്കും, ഇന്നലെ പോലീസ് ക്ലബ്ബിൽ മീറ്റിംഗ് എന്തെങ്കിലും ഉണ്ടായിരുന്നോ എന്ന്. അന്നേരം ഇല്ലല്ലോ, അങ്ങനെ ഉണ്ടെങ്കിൽ ഞാനും അറിയേണ്ടതല്ലേ, അങ്ങനെ ഒരു മീറ്റിംഗ് ഇല്ലായിരുന്നു, ഇങ്ങനെയുള്ള ഇൻഫർമേഷൻസൊക്കെ എവിടുന്നാ വക്കീലിന് കിട്ടുന്നത് എന്ന് ചോദിച്ചൊന്ന് കളിയാക്കുകയും ചെയ്യുന്നുണ്ട്. അന്നേരം ഇങ്ങനൊരു കാര്യം അറിഞ്ഞു, സത്യമാണോ എന്ന് അറിയാൻ വേണ്ടി വിളിച്ച് ചോദിച്ചെന്നേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് ഫോം വയ്ക്കും. ഫോം വെച്ച് കഴിഞ്ഞിട്ട് ഭയങ്കര സംശയം നവീന, അങ്ങനെ ഒരു കാര്യം നടന്നിട്ടില്ല എങ്കിൽ പിന്നെ കള്ളം പറഞ്ഞ് നന്ദു എങ്ങോട്ടാണ് പോയത്, അനിയുടെ അടുത്തോട്ടായിരിക്കുമോ എന്നൊക്കെ ചിന്തിക്കുന്നു. എന്നിട്ട് നേരെ അനിയുടെ അടുത്തോട്ട് ചെല്ലും. എന്നിട്ട് അനിയോട് ചോദിക്കും, ഞാൻ ഇന്നലെ നിന്നെ കുറേ തവണ വിളിച്ചു, നീ ഫോൺ എടുത്തില്ല, നീ എവിടെയായിരുന്നു എന്ന് ചോദിക്കുമ്പോൾ ഞാനൊരു യാത്രയിലായിരുന്നു എന്ന് പറയും. അന്നേരം ഏത് യാത്രയാടാ, നിനക്ക് സ്ഥലം പറയാൻ പറ്റിയില്ലേ എന്ന് ചോദിക്കുമ്പോൾ അതൊരു ബിസിനസ് ടൂറായിരുന്നു, പൊന്മുടിയിലേക്കായിരുന്നു എന്ന് പറയുവാണ്. അന്നേരം അതുകൊണ്ടാണ് നീ എടുക്കാതിരുന്നതെന്ന് ചോദിക്കും. അതേന്ന് പറയും. അന്നേരം അനി പെട്ടെന്ന്, എടാ എൻ്റെ ഡിവോഴ്സ് എങ്ങനെയെങ്കിലും ഒന്ന് നീ നടത്തി തരാമോ എന്ന് ചോദിക്കും. അന്നേരം നവീൻ, അല്ല ഇടയ്ക്ക് നിനക്ക് ഇതിന് വലിയ താല്പര്യമില്ലായിരുന്നല്ലോ, പിന്നെ ഇപ്പോഴെന്നെ പെട്ടെന്ന് താല്പര്യം വന്നതെന്ന് ചോദിക്കുമ്പോൾ, അല്ല ഈ ഡിവോഴ്സ് അങ്ങ് നടക്കുമായിരുന്നെങ്കിൽ നല്ലതായിരുന്നു, ഇടയ്ക്കിടയ്ക്ക് ആ അനാമികയുടെ അച്ഛൻ്റെ മുഖം കാണുന്നത് പോലും എനിക്ക് ഇഷ്ടമല്ല എന്ന് പറയുമ്പം, പെട്ടെന്ന് ഡിവോഴ്സ് നടക്കട്ടെ, എന്നിട്ട് നിനക്കും അവന്തയ്ക്കും തമ്മിലുള്ള വിവാഹം വീട്ടുകാർക്ക് നടത്താമല്ലോ, പിന്നെ നിനക്ക് ഏറ്റവും നല്ല ഒരു ബന്ധമാണ് ഈ അവന്തികയുമായിട്ടുള്ള വിവാഹം, കാരണം അവൾ MBA കാരിയാണ്, ആ സ്ഥിതിക്ക് അവളെ നിനക്ക് ബിസിനസ് പഠിപ്പിച്ച് കൂടെ നിർത്താം, എപ്പോഴും നിങ്ങൾ ഒരുമിച്ച് കാണും, അതൊരു രസമല്ലേടാ എന്ന് ചോദിക്കുമ്പോൾ, അങ്ങനെ എപ്പോഴും കൂടെ കാണുന്ന ഭാര്യയെ എനിക്ക് വേണ്ട, വല്ലപ്പോഴും കാണുന്ന ഭാര്യ മതി, അതാകുമ്പം സ്നേഹം ഇത്തിരി കാലം കൂടെ നിന്നോളൂ എന്ന് പറയുവാണേ. അന്നേരം വീണ്ടും ഉപദേശിക്കുന്നുണ്ട്, എടാ അത് അങ്ങനെയല്ല, അവന്തിക നിനക്ക് ചേരും എന്നൊക്കെ പറഞ്ഞ് ഉപദേശിക്കാൻ ചെല്ലുമ്പം, എനിക്ക് വേണ്ട എന്ന് പറഞ്ഞാൽ വേണ്ട, എൻ്റെ വീട്ടുകാർ ഏത് രീതിയിൽ വിവാഹം നടത്താൻ ശ്രമിച്ചാലും എനിക്ക് ഇഷ്ടമില്ലാത്ത വിവാഹം എൻ്റെ തലയിൽ കെട്ടിവെക്കാൻ ഞാൻ സമ്മതിക്കത്തില്ല എന്ന് പറയും. അന്നേരം നവീൻ പറയുന്നുണ്ട്, നിൻ്റെ വീട്ടുകാർ സീരിയസ് ആട്ടോ, അവർ വിവാഹ നിശ്ചയം നടത്തുമെന്ന് പറയുമ്പോൾ, വിവാഹ നിശ്ചയം നടത്താൻ വന്നിട്ടുണ്ടെങ്കിൽ അത് മുടക്കേണ്ടത് എങ്ങനെയാണ് എന്ന് എനിക്കറിയാം, അത് ഞാൻ മുടക്കും എന്നാണ് അനി പറയുന്നത്. എന്നിട്ട് അനി ഇടയ്ക്ക് തിരിച്ചു ചോദിക്കും, നിനക്ക് ഒരു ഇഷ്ടം ഉണ്ടായിരുന്നല്ലോ, അതിനെപ്പറ്റി ഇപ്പം നീ എന്താ മിണ്ടാത്തെ, ഇപ്പം അതൊക്കെ അങ്ങ് മറന്നോ എന്ന് ചോദിക്കുമ്പം, മറന്നിട്ടൊന്നുമില്ല എന്ന് പറയും. പിന്നെ നിൻ്റെ മനസ്സിൽ എന്താ എന്ന് ചോദിക്കുമ്പം ഒന്നും മിണ്ടില്ല നവീന്. എന്നിട്ട് ഇങ്ങനെ മനസ്സിൽ പറയുക, എന്നിട്ട് വേണമല്ലോ നിനക്ക് എൻ്റെ മനസ്സിൽ എന്താണ് എന്ന് അറിഞ്ഞിട്ട് വേണമല്ലോ നിനക്ക് തുറങ്കം വയ്ക്കാൻ, പറയില്ലടാ എന്ന് പറയുന്നു. പിന്നെ ഇത്രയും പെട്ടെന്ന് ഡിവോഴ്സ് സെറ്റാക്കി തന്നെ എന്നൊക്കെ പറഞ്ഞിട്ട് അനി അങ്ങോട്ട് പോവുകയാണ്. പിന്നെ കാണിക്കുന്നത് നയനയാണ്. നയനെ കാണാൻ വേണ്ടി മുത്തശ്ശൻ വന്നിട്ടുണ്ട്. എന്നിട്ട് നാഗേന്ദ്രനെ കുറിച്ചും നാഗേന്ദ്രൻ്റെ പകയെക്കുറിച്ചൊക്കെ പറയുന്നുണ്ട്, പണ്ട് വീട്ടിൽ നിന്ന് അടിച്ചിറക്കി വിട്ടതല്ലേ, ആ കാര്യങ്ങളൊക്കെ പറയുന്നു. ഏതായാലും ആദർശ നാഗേന്ദ്രനെ കണ്ടെത്തിയതിൻ്റെ സന്തോഷമൊക്കെ മുത്തശ്ശൻ അറിയിക്കുന്നുണ്ട്. അതിനുശേഷം പറയുവാണ്, ഡിസൈനേഴ്സിൻ്റെ ഒരു ഇൻ്റർനാഷണൽ കോമ്പറ്റീഷൻ വരുന്നുണ്ട്, അതിനകത്ത് മോളുടെ കഴിവ് മൊത്തം പുറത്തെടുത്ത് പങ്കെടുക്കണം, അതിനോടൊപ്പം ആരോഗ്യവും നോക്കണം, അതുകൂടെ ഒന്ന് ശരിയായി കിട്ടിയിട്ടുണ്ടെങ്കിൽ പിന്നെ ഓണമാണ് വരുന്നത്, പിന്നെ
പിന്നെ നമ്മളായിരിക്കും ഒന്നാം സ്ഥാനത്ത്, അതിനൊരു മാറ്റവും കാണില്ല എന്നൊക്കെ പറയുന്നു. പിന്നെ ആദർശിൻ്റെ ബുദ്ധിയെപ്പറ്റിയും ആദർശിനോടുള്ള സ്നേഹത്തെക്കുറിച്ചുമൊക്കെ മുത്തശ്ശൻ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴും മുത്തശ്ശൻ പറയുന്നുണ്ട്, എന്നെ അലട്ടുന്നത് നാഗേന്ദ്രനോ അഭിയോ ഒന്നുമല്ല, മോളുടെ ചേച്ചിയാണ്. സത്യങ്ങളെല്ലാം മോളുടെ ചേച്ചിയോട് കനക തുറന്നു പറഞ്ഞതിന് ശേഷം അതിൻ്റെ പിന്നിലെ സത്യത്തെക്കുറിച്ച് അത് ശരിയാണോ എന്നതിനെക്കുറിച്ച് നവ്യ ഒരു അന്വേഷണം പോലും നടത്തിയിട്ടില്ല. അവൾ അങ്ങനെ ഒരു അന്വേഷണം നടത്തി സത്യം തിരിച്ചറിഞ്ഞ് അഭിയെ തള്ളിക്കളയുമായിരുന്നെങ്കിൽ അവനെ ആദ്യമേ ആ വീട്ടിൽ നിന്ന് അടിച്ചിറക്കുന്നത് ഞാനായിരുന്നു. അവനാണ് ആ വീട്ടിൽ നിന്ന് പുറത്തു പോകേണ്ടത്, അല്ലാതെ എൻ്റെ കൊച്ചുമകൻ ആദർശല്ല എന്നും പറയുന്നു. പിന്നെ മുത്തശ്ശൻ പറയുന്നുണ്ട്, ആദർശിനെ പോലെ തന്നെ അനിയും രാശിയുള്ളവനാണ്. എന്തൊക്കെ പറഞ്ഞാലും നിങ്ങൾ സഹായിച്ചിട്ടാണെങ്കിലും ആ ഒരു പൊസിഷനിലേക്ക് അവൻ എത്തിയതിന് ശേഷം കമ്പനിക്ക് വളർച്ചയാണ് ഉള്ളത്. ഇനി ആദർശൂടെ തിരിച്ചു വന്നതിന് ശേഷം ആദർശ് കമ്പനി ഭരിക്കുമ്പോൾ ഭാരം ഒരു പകുതിയോളം എനിക്ക് ധൈര്യമായിട്ട് കൊടുക്കാൻ പറ്റും അവന്. കാരണം അവൻ കാര്യങ്ങളൊക്കെ പഠിച്ചു എന്നൊക്കെ പറയുന്നു. പിന്നെ എനിക്ക് വേണ്ടി കുറച്ച് ആയുർവേദ മരുന്നൊക്കെ കൊടുക്കുന്നുണ്ട് മുത്തശ്ശൻ, അതൊക്കെ കഴിക്കണം എന്നൊക്കെ പറഞ്ഞ് ആരോഗ്യം ശ്രദ്ധിക്കണം എന്നൊക്കെ പറഞ്ഞ് ഒന്ന് ഉപദേശിക്കുകയൊക്കെ ചെയ്തിട്ട് മുത്തശ്ശൻ അങ്ങ് പോവാണ്. അതുപോലെ ഇതെല്ലാം കഴിഞ്ഞ് മുത്തശ്ശൻ വീട്ടിലെത്തുമ്പോൾ മുത്തശ്ശിക്ക് ഭയങ്കര സന്തോഷം. നയനമോളെ കാണാൻ പോയല്ലേ, എന്നെയും കൂടെ കൊണ്ടുപോകാമായിരുന്നു, എങ്ങനെയുണ്ട് മോള്, സന്തോഷത്തിലാണോ എന്നൊക്കെ ചോദിക്കുമ്പോൾ വിശേഷങ്ങളൊക്കെ പറയുന്നുണ്ട്. എന്നിട്ട് ആദർശ് നാഗേന്ദ്രനെ കണ്ടെത്തിയ കാര്യമൊക്കെ ഞാൻ മോളുമായിട്ട് സംസാരിച്ചു, നാഗേന്ദ്രൻ്റെ സ്വഭാവം എന്താണ് എന്ന് നന്നായിട്ട് ഞാൻ മോൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തിട്ടുണ്ട് എന്നൊക്കെ പറയുന്നു. അതുപോലെ ആദർശ് തിരിച്ചു വരുന്നതിനെ പറ്റി മുത്തശ്ശി ചോദിക്കുമ്പം കുറച്ച് കാര്യങ്ങളോട് ചെയ്തു തീർക്കാനുണ്ട്, അതിനുശേഷം എൻ്റെ മോൻ തിരിച്ചു വന്നാൽ മതി, അവൻ തിരിച്ചു വരുമ്പം രാജകീയ പ്രൗഢിയോടുകൂടി തന്നെ ഈ വീട്ടിലേക്ക് തിരിച്ചു കയറണം, അതെൻ്റെ ഒരു ആഗ്രഹമാണ്. ഏതായാലും നാഗേന്ദ്രനെ തിരിച്ചറിഞ്ഞു, അവൻ ഇനി നമ്മുടെ കമ്പനിയെ തകർക്കാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ തടയാൻ എനിക്കറിയാം എന്നൊക്കെ പറഞ്ഞ് മുത്തശ്ശൻ അങ്ങനെ കുറേ കാര്യങ്ങൾ പറയുന്നു. പിന്നെ നാഗേന്ദ്രൻ ഒരു ദുഷ്ടനായതുകൊണ്ട് നമ്മുടെ കൊച്ചുമകന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുമോ, അവനെ അപായപ്പെടുത്തുമോ എന്നൊക്കെ ചോദിക്കുമ്പം മുത്തശ്ശൻ പറയുന്നുണ്ട്, അങ്ങനെ പെട്ടെന്നൊന്നും അവന് ആർക്കും ഒന്നും ചെയ്യാൻ സാധിക്കില്ല, കാരണം അവന് ചുറ്റും ഞാൻ ഒരു വലയം തീർത്തിട്ടുണ്ട്, അത് ഭേദിച്ച് അവനെ ആരും ഒന്നും ചെയ്യില്ല, അതിനുള്ളതൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട് എന്ന് മുത്തശ്ശൻ പറയും. പിന്നെ കാണിക്കുന്നത് അനാമികയാണ്. അനാമികയും വേണുവും കൂടി നിവിനെ വന്ന് കാണുവാണ്. അന്നേരം നവീൻ പറയുന്നുണ്ട്, എത്രയും പെട്ടെന്ന് ഡിവോഴ്സ് അനുവദിച്ചു കൊടുക്കണം, അതാ നല്ലത് എന്ന്. അന്നേരം വേണു പറയും, ഇല്ല, ഞങ്ങൾ പറഞ്ഞ തുക തരാതെ ഞങ്ങൾ ഡിവോഴ്സിന് സമ്മതിക്കത്തില്ല, ഇതിങ്ങനെ അങ്ങ് നീണ്ടു പോട്ടെ, അതാ നല്ലത് എന്ന് പറയും. അന്നേരം അനാമിക പറയുന്നുണ്ട്, പൈസ കിട്ടാതെ ഞാൻ ഡിവോഴ്സ് കൊടുത്തിട്ട് അവൻ അവൻ്റെ മുറപ്പെണ്ണിനെ കെട്ടിയല്ല, അത് നടക്കുന്ന കാര്യമല്ല എന്ന് പറയുമ്പം നവീൻ പറയുന്നുണ്ട്, തരുന്ന പൈസ കുറഞ്ഞു പോയാലും നിങ്ങളത് സമ്മതിക്കുന്നത് നല്ലത്, അല്ലെങ്കിൽ പിന്നെ ഒന്നും കിട്ടിയില്ല എന്ന് വരുമെന്ന്. അന്നേരം അനാമിക ചോദിക്കും, ഇങ്ങനെയല്ലല്ലോ വക്കീൽ നേരത്തെ പറഞ്ഞേ, ഇപ്പം എന്താ മാറ്റി പറയുന്നത് എന്ന് ചോദിക്കുമ്പം നവീൻ പറയുന്നുണ്ട്, ഞാൻ നിൻ്റെ വക്കീലല്ല, അനിയുടെ വക്കീലാണ്. അവൻ ഇടയ്ക്കിടയ്ക്ക് എന്നോട് പറയുന്നുണ്ട് എങ്ങനെയെങ്കിലും ഡിവോഴ്സ് നേടിക്കൊടുക്കണമെന്ന്, അതുകൊണ്ടാണ്. പിന്നെ അവൻ്റെ മുത്തശ്ശൻ എൻ്റെ മുത്തശ്ശനെ വിളിച്ചും പറയുന്നുണ്ട് ഡിവോഴ്സ് എത്രയും പെട്ടെന്ന് നേടിയെടുക്കണമെന്ന്. അപ്പം എനിക്ക് അവർക്ക് വേണ്ടി പണിയെടുത്തേ പറ്റുള്ളൂ എന്ന് പറയുന്നു. അന്നേരം അനാമിക പറയുന്നുണ്ട്, എനിക്കും ഇത് ഒരുപാട് നാൾ മുന്നോട്ട് കൊണ്ടുപോകണമെന്നൊന്നും ആഗ്രഹമില്ല, പിന്നെ ഞങ്ങൾക്കും ജീവിക്കണ്ടേ, ഈ ഡിവോഴ്സ് കിട്ടിയിട്ട് വേണം ഞാൻ ഇഷ്ടപ്പെടുന്ന പയ്യൻ്റെ കൂടെ എനിക്ക് ജീവിക്കാൻ. അവൻ ഇംഗ്ലണ്ടിന് പോവുക, അതിനും കുറച്ച് പൈസയൊക്കെ വേണമെന്ന് പറയുമ്പം ഇംഗ്ലണ്ടിന് പോകുന്നവൻ്റെ കയ്യിൽ പൈസ ഇല്ല എടുക്കാൻ, അങ്ങനെയാണെങ്കിൽ അവന് പറഞ്ഞുകൂടെ ഇതെല്ലാം ഇട്ടെറിഞ്ഞിട്ട് നിന്നോട് കൂടെ ചെല്ലാൻ, ഇതിനു വേണ്ടി വിലവേശേണ്ട കാര്യമില്ലല്ലോ എന്ന് പറയുമ്പം അനാമിക പറയുന്നുണ്ട്, അവൻ അങ്ങനെയൊക്കെ പറഞ്ഞതാണ്, പക്ഷേ നമുക്കൊരു അന്തസ്സുണ്ടല്ലോ, അതുകൊണ്ട് എൻ്റെ കയ്യിലും പൈസ വേണം, അല്ലാതെ ഒരു ജീവിതം തുടങ്ങാൻ ബുദ്ധിമുട്ടാണ് എന്ന് പറയും. അന്നേരം അന്തസ്സോ അത് ഒരുപാടുള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല എന്ന് നവ്യം പറയുന്നു. ഇതെല്ലാം കേട്ട് ദേഷ്യപ്പെട്ട് നിൽക്കുവാണ് അനാമിക. എന്തായാലും ഇത്രയൊക്കെ കാണിച്ചുകൊണ്ട് ഇന്നത്തെ കഥ തീരുന്നു.